അവസാനം എന്താ പറഞ്ഞത്? അല്ല, DYFIയോ SFIയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ. അവർ എത്രയോ കാലമായിട്ട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ. അത് സ്വാഭാവികമാണല്ലോ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ചാൻസലർ എന്ന സ്ഥാനമാണല്ലോ. ആ ചാൻസലർ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കുക. യൂണിവേഴ്സിറ്റികളിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഇപ്പോൾ വന്നത്? കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തങ്ങളുടെ ചൊൽപ്പടിക്കാകണമെന്ന് സംഘപരിവാറിന് ചിന്തയുണ്ട്. അതിന് സംഘപരിവാർ സ്വീകരിക്കുന്ന രീതികളുണ്ട്. അതിൻ്റെ ഭാഗമായി രാജ്യത്താകെ സംഘപരിവാറിൻ്റെ പൊതുവായ നില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാനത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളെന്തിനാണ് അതിനെ വിഷമിക്കുന്നത്? ഞാൻ അതേ കാര്യമാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ നില ഇങ്ങനെയൊരു നില വരുമ്പോൾ ആ നില നമ്മുടെ കേരളത്തിൽ നടക്കില്ല. കേരളത്തിൻ്റെ ഭാഗമായി ആ പ്രശ്നങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. സംഘപരിവാറിൻ്റെ അതേ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പറ്റുന്നില്ല. അതിനെതിരെ സ്വാഭാവികമായും നമ്മുടെ പ്രതിഷേധം വരുമല്ലോ.